ലാഹേൽ വക്കച്ചൻ, സക്കീർ ഹുസൈൻ ആ ഒരു കോംബോ വളരെ ഹിറ്റാണ്. അപ്പോൾ രണ്ടുപേരുടെയും ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ആ ഒരു സീനിലെ പ്രജ എന്ന സിനിമയിലെ. സക്കീറേ, തന്റെ മൂക്കിന് താഴെ കാണുന്ന ഈ പൂടയുണ്ടല്ലോ, അതിങ്ങനെ പിരിച്ചു വലിച്ച് മുകളിലോട്ട് വെച്ചാൽ പേടിക്കുന്ന രാഷ്ട്രീയക്കാരും മന്ത്രിമാരും കാണും അങ്ങ് ബോംബെയിലെ. ഈ ലാഹേൽ വക്കച്ചൻ തിരുവനന്തപുരത്തുനിന്ന് സ്റ്റേറ്റുകാരോടിച്ച് കൊച്ചി വരെ ഉലത്തിയതേ നിന്റെ ഈ പൂട പറിക്കുന്ന ഷോ കാണാനല്ല, നിന്റെ കൊണ്ട് അനുസരിപ്പിക്കാൻ. താണ്ടെ ഇതിലും നീളമുള്ള ഒരുപാട് പൂട കണ്ടിട്ടുള്ളവരാണ് ഈ ലാഹേൽ വക്കച്ചൻ. അങ്ങ് പൂജാറ്റിലെ കൈ കണ്ടോ നീ? ഇവറ്റെല്ലാം തഴമ്പ് കണ്ടോ നീ? 10-40 കൊല്ലക്കാലം കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിൽ കിടന്ന് കടവെറുകിന്റെ തഴമ്പാടാ. നീ കണ്ണ് കെട്ടിട്ടുണ്ടാണ് ഗണ്ണ്. ഒക്കടലിങ്ങനെ ചേടി നടക്കുന്ന 1.5 ചാടിന്റെ പിസ്റ്റളല്ല, നല്ല ഡബിൾ ബാരൽ ഗണ്ണ്. വേണ്ടി വന്നാൽ അവറ്റേരുണ്ടെങ്കിൽ എടുക്കും ഈ ലാഹേൽ വക്കച്ചൻ. എന്നിട്ട് തന്നെയും തന്റെ മറ്റേ ബാപ്പുരെയും ചേർത്ത് നിർത്തി കഴിവേറ്റി ഞാൻ. പരമനാറി ലാഹേൽ വക്കച്ചൻ. അങ്ങ് പാലായിലും പിന്നെ നിന്റെ പൂഞ്ഞാറ്റിലും അങ്ങ് കാഞ്ഞിരപ്പള്ളിയിലൊക്കെ നല്ല ഫങ് 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 എന്ന് വെടിപ്പായിട്ട് വെടിവെക്കാൻ അറിയാവുന്ന ഒരുപാട് ആണുങ്ങൾ കണ്ടിട്ടുണ്ട് ഈ സക്കീർ. നല്ല കള്ളരിക്കുന്ന മീശയും പിന്നെ പിണ്ടിക്കുരിശുമാലയും സാദാ ചാർമിനാരിട്ട് വാറ്റിയ നാടൻ ചാരായത്തിന്റെ ചൂരുമുള്ള നല്ല ആണുങ്ങൾ വെടിക്കാരച്ചായമാര്. ആനയുടെ കൊമ്പ് വേണോ? ജീവനോടെ പിടിച്ചെടുത്ത് റോസ് ചെയ്ത് കടുവയുടെ കിഡ്നി വേണോ എന്ന് ചോദിച്ചോണ്ട് ഷക്കീറിനെ കാണാൻ വരും. വേണമെന്നൊന്ന് മൂളിയാ മതി, അപ്പ കൊണ്ടുവരും കിഡ്നി. നല്ല അപ്പന് വരുന്ന വെടിക്കാര്. കാട്ടി കയറി വെടിവെച്ചിട്ടില്ല നീ കയറിയതൊക്കെ അങ്ങ് നാട്ടില്. എടാ ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിർത്തടാ. ഞാനിവിടെ കയറി വന്നത് മുതൽ ഓങ്ങി വെച്ചതാ തനിക്ക് 2 പൊട്ടിക്കാൻ. താൻ ഈ മഹാത്മജിയെ കണ്ടോ? ഒരു ജന്മം മുഴുവൻ അഹിംസാ മന്ത്രങ്ങൾ ഉരുവിട്ട് നെഞ്ചുന്തി കൂനിക്കൂടി കുത്തിയിരുന്ന് 100 നീരെടുത്ത സാധനം ഉണ്ടല്ലോ. താൻ അല്പം മുമ്പ് തന്റെ 3ാമത്തെ മുഖം എന്നെ കാണിക്കുന്നതിന് വേണ്ടി പൊന്തിച്ചു പിടിച്ച ഈ സാധനം, ഈ ഖദർ ഒരു രാഷ്ട്രത്തിന്റെ ഊടും പാവുമാടാ ലാഹേൽ വക്കച്ച. ഇങ്ങനെ തലങ്ങും വിലങ്ങും കിടന്നോടുന്നത്. അതിങ്ങനെ വിത്ത് കുത്തി കുളം തോണ്ടുന്ന തന്നെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരിങ്ങനെ കൗപീനമെടുത്ത് നിന്ദിക്കാൻ പാടില്ല മേലിൽ. അതിനനുവദിക്കില്ല ഈ സക്കീർ അലി ഹുസൈൻ. ഹേ റാം, ഹേ റാം. നരൻ സിനിമയിലെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ചെയ്യാം. മുള്ളംകൊല്ലി വേലായി. നല്ല കർക്കിടക കുത്തൊഴുക്കിന് മുള്ളംകൊല്ലിപ്പുഴ ലക്ഷ്മി കണ്ടിട്ടുണ്ടോ? അതിൽ ഇന്നതാ ഒഴുകി വരാന്നൊന്നും പറയാൻ പറ്റില്ല. കാട്ടാന വരെ ഒഴുകി വന്നിട്ടുണ്ട്. ഷാജോട്ടൻ അറിയാം. സാറിന് അത് നിക്കണ ആള് മനസ്സിലായ? ആ കൊച്ചിനെ മനസ്സിലായ? നമ്മൾ കേളപ്പെട്ടെന്നെ മോള ലീല. മുള്ളംകൊല്ലി മഹാരാജാവ് എന്നാ എന്നെ വിളിക്കുന്നത്. ഞാൻ കേക്ക വിളിക്കില്ല. നമ്മൾ ഇത്തിരി അടിക്കുകയൊക്കെ ചെയ്യേ. അതെ, ഈ കാണുന്ന പുഴയാ സാറേ എൻ്റെ അമ്മ. വിശന്നപ്പോ ഊട്ടി, കരഞ്ഞപ്പോ കണ്ണീരെല്ലാം കൊണ്ടുപോയി. ഇപ്പൊ എന്നെ തിരിച്ചു വിളിക്കുന്നത് എൻ്റെ അമ്മയാവും. കണ്ടോ സാർ, വേലായുധന യാത്രയ്ക്ക് മുള്ളംകൊല്ലി മുഴുവൻ എത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ സന്തോഷമൊന്നും വേലായുധൻ ആഗ്രഹിക്കുന്നില്ല. കേളപ്പേട്ട കുറുപ്പ് അതെ, വേലായുധനെ നേർക്ക് നേർന്ന് നടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ട്. ഇപ്പഴിയടാ, ഒറ്റ തന്തയ്ക്കുണ്ടാകാനാണെങ്കിൽ ഇപ്പഴിയടാ. സാറേ ധൈര്യമുണ്ട്, സാറിനെ നീന്തി തോപ്പിക്കാവോ? അക്കരയ്ക്ക് വാ സാറേ, ഞാൻ അവിടെ കാത്തിരിക്കാം. ചുമ്മാ 1 കോടി മനുഷ്യരെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള നമ്മുടെ ശ്രമമാണല്ലോ മില്യൺ മലയാളി ക്ലബ്ബ്. MMCയിൽ ഓൾറെഡി അംഗങ്ങളായ ആളുകൾ നിങ്ങളുടെ അയൽവാസികളെയും സുഹൃത്തുക്കളെയും ഒക്കെ ചേർത്ത് ഒരു 10 പേരെ കൂടി മിനിമം കൊണ്ടുവരിക. നമ്മുടെ ഈ 1 കോടി എന്ന നമ്പറിലെ കുട നിവർത്താൻ നമ്മൾ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ജാഗ്രത, ഇനി മടിക്കണ്ട.